കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 12 പേർക്ക് വിട ചൊല്ലി നാട്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ കഴിയാതെ അവർ ഇനി തിരിച്ചുവരവില്ലാത്തൊരു ലോകത്തേക്ക് മടങ്ങി. കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവർ. കടങ്ങൾ തീർത്ത നെടുമങ്ങാട്ടി സ്ഥലത്ത് സ്വന്തമായൊരു വീട് വെക്കണമെന്ന പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ അരുൺ ബാബു കടൽ കടന്നത്. ഇന്ന് അതേ സ്ഥലത്താണ് അരുൺ ബാബു അന്ത്യവിശ്രമം കൊള്ളുന്നത്. തിരുവനന്തപുരം വർക്കല സ്വദേശിയായ ശ്രീജേഷ് തങ്കപ്പന്റെ മൃതദേഹം സഹോദരിയുടെ ഭർത്തൃവീട്ടിൽ പൊതുദർശനത്തിന് ശേഷം കുടുംബ വീട്ടിൽ വൈകിട്ടോടെ സംസ്കരിച്ചു. കൊല്ലം ശൂരനാട് സ്വദേശി ഷമീർ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെയാണ് ഷമീറിനെ തേടി ദുരന്തമെത്തിയത്. താമരക്കുളം കല്ലൂർ മസ്ജിദിലാണ് ഷമീറിനെ ഖബറടക്കിയത്. കൊല്ലം സ്വദേശിയായ സുമേഷ് എസ് പിള്ളയുടെ സംസ്കാരവും പൂർത്തിയായി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ മടങ്ങിയെത്തിയ പത്തനംതിട്ട സ്വദേശി പി വി മുരളീധരൻ നായർ ഏറ്റെടുത്ത കരാർ ജോലികൾ പൂർത്തീകരിക്കാനായാണ് വീണ്ടും കുവൈറ്റിലേക്ക് മടങ്ങിയത്. ഇത് അവസാന യാത്രയെന്നറിയാതെ അദ്ദേഹത്തിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. മലപ്പുറം സ്വദേശികളായ ബാഹുലേന്റെയും നൂഹിന്റെയും സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടെ പൂർത്തിയായി. ഫെബ്രുവരിയിലാണ് നൂഹ് അവസാനമായി നാട്ടിലെത്തി മടങ്ങിയത്. ഉറ്റവരെ തനിച്ചാക്കി പിൻവെളികളില്ലാത്ത ലോകത്തിലേക്ക് അവർ യാത്രയായി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തീപിടുത്തത്തിൽ മരിച്ച കാസർഗോഡ് ചെർക്കളയിലെ രഞ്ജിത്തിനും തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളുവിനും കണ്ണീരോടെ വിട. മൃതദേഹം എത്തിച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത്. ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുവൈത്തിലെ തീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞ